ആ സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. യു ടേക്ക് ഇറ്റ് ഈസി പോളിസി. ദിസ് ഈസ് 20 rupees. ബാലൻസ് യു ടേക്ക് ഓഫ്. എടുത്തോ എടുത്തോ. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. ഐ ആം ജിയോ പാൽ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആന്റി ഓന്റി ഓന്റി. അമ്മയെ അമ്മയെ എന്നെ അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? ഐ ആം ഗോപാൽ, ജിയോ പാൽ. ഓ, നമ്മുടെ ഗോപാലനല്ലേ നീയേ? ആളെ മനസ്സിലായില്ലോടാ എനിക്ക്. കൊറേ നാളായില്ലേ കണ്ടിട്ടെ. അത് ഗ്ലാമർ കൂടിയത് കൊണ്ടാ അമ്മായിക്ക് മനസ്സിലാവാഞ്ഞത്. അമ്മായിക്കെന്നല്ല, ഇപ്പൊ ആർക്കും എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഗ്ലാമർ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇത് നമ്മുടെ കോവാലനല്ലേ? വാസോട്ട, എന്നെ വെറും കോവാലനാക്കി ചീപ്പാക്കരുത്. ഞാനിപ്പോ ജിയോ പാലാണ്. ജിയോ പാൽ. ജിയോ പാലോ ടിനോ പാലോ, നിന്നെ ഞാൻ കോവാലാന്നേ വിളിക്കൂ. വാസോട്ട, ഞാനിപ്പോ എന്റെ പേര് മാറ്റിരിക്കുക. ജിയോ പാൽ എന്നാക്കിയിരിക്കുക. സ്നേഹമുള്ളവരെന്നെ പാൽ പാലെന്ന് വിളിക്കും. അയ്യടാ, നിനക്കാളെ മനസ്സിലായില്ലേ? അച്ഛന്റെ ഒരു പെങ്ങള് പാങ്ങാപ്പാറ താമസമുണ്ട്, സരസ്വതി അമ്മ. അവരുടെ കടിഞ്ഞൂൽ പൊട്ടനാണ് ഈ സാധനം. ചെറുപ്പത്തിൽ ഇവൻ പൊട്ടനായിരുന്നെന്നാ എല്ലാരും കരുതിയത്. 5 വയസ്സ് വരെ കമാന്നൊരു അക്ഷരം മിണ്ടില്ലായിരുന്നു. മോക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഇവന്റെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മായി, ദയവ് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്ക് പറഞ്ഞെന്നെ നാറ്റിക്കരുത്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടവനാ ഞാൻ. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. ഓ, അത് മറന്നു. ആള് വലിയ നടനാ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുക. പക്ഷെ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. ആഹാ, ഇതാരേ? നീ ഇത്രയും കാലം എവിടെ ആയിരുന്നടാ? ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലോ? ചെന്നൈ അല്ലേ ഏട്ടാ, കോടമ്പക്കം ടു മദ്രാസ്. അവിടെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഏത് സിനിമയിലാ അഭിനയിച്ചത്? കടലോരം. കടലോരത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് വരെ ചെയ്യാൻ കഴിയാത്ത ഒരു അപൂർവ വേഷം ഞാൻ ചെയ്തു. എന്റെ ഭാവാഭിനയം കണ്ട് കാണികൾ കോരിത്തരിച്ചു. എന്ത് വേഷം? നായകനായിട്ടാണോ? നായക വേഷമല്ല, പക്ഷെ നായക പ്രധാനമുള്ള കഥാപാത്രമാണ്. വില്ലനാണോ? നോനോ, വില്ലൻ വേഷന്റെ പട്ടി ചെയ്യും. നിന്റെ പട്ടി അഭിനയിക്കും. എന്താ ചേട്ടത്? മനോഹരമായ ഒരു കടൽ തീരം. അവിടെ കടലിൽ ദിവസങ്ങൾ പഴകി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചീഞ്ഞഴുകി ശവം കിടക്കുന്നു. ആ നാറ്റവും സഹിച്ചോണ്ടാണോ നീ അഭിനയിച്ചത്? അല്ല ചേട്ടാ, ആ ശവമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്.